സർക്കാർ ജീവനക്കാർക്ക് നാലാം ശനിയാഴ്ച അവധി നൽകുന്നതിൽ ഉപാധികൾ വെച്ച് സർക്കാർ പ്രവൃത്തി സമയം 15 മിനിറ്റ് കൂട്ടുകയും 5 ക്യാഷ് ലീവ് റദ്ദാക്കുകയും ചെയ്യും. സർക്കാർ മുന്നോട്ട് വെച്ച വ്യവസ്ഥ സംഘടനകൾ തള്ളി. ആശ്രിത നിയമനം നിയന്ത്രിക്കാനുള്ള തീരുമാനത്തിൽ സംഘടനകളുടെ അഭിപ്രായം എഴുതിയറിയിക്കാൻ ഇന്ന് ചേർന്ന യോഗത്തിൽ ചീഫ് സെക്രട്ടറി ആവശ്യപ്പെട്ടു. വാർത്തയുടെ വിശദാംശങ്ങളുമായി നന്ദകുമാറാണ് ചേരുന്നത്. നന്ദകുമാർ, ഈ നാലാം ശനിയാഴ്ചത്തെ അവധിയിൽ എന്തൊക്കെ രീതിയിൽ ഉള്ള നിർദ്ദേശങ്ങളാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്? നന്ദനിലേക്ക് ആ മറുപടിയിലേക്ക് വരുന്നതിന് മുമ്പ് നേതാക്കളുടെ പ്രതികരണങ്ങളിലേക്ക്. ആശ്രിത നിയമനവുമായി ബന്ധപ്പെട്ട് ജീവനക്കാർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രീതിക്ക് മാറ്റങ്ങളൊന്നും വരുത്തേണ്ടതില്ല എന്നുള്ളതാണ് സംഘടന പൊതുവായി ചർച്ചയിലെടുത്തിട്ടുള്ള നിലപാട്. കാരണം എന്ന് വെച്ചാൽ ആശ്രിത നിയമനം എന്ന് പറയുന്നത് അതിലൊരു വിഷയം വന്ന് കോടതിയുടെ 5% പരിമിതപ്പെടുത്തണം എന്നുള്ളതാണ് കോടതി നിർദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ജീവനക്കാർക്ക് കൂടുതൽ കാലം ഈ നിയമനത്തിനായി കാത്തിരിക്കേണ്ടി വരുന്നുള്ള അതുകൊണ്ട് നിയമനത്തിൽ 1 വർഷത്തിനകം അപേക്ഷ കൊടുക്കുക, അല്ലെങ്കിൽ 10 ലക്ഷം രൂപ കോമ്പൻസേഷൻ കൊടുക്കുക എന്നുള്ള നിലയിലാണ് തീരുമാനം. ആ ഒരു നിർദ്ദേശമാണ് സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷെ അതിൻ്റെ അകത്ത് നിയമനത്തിൽ കാലതാമസം വരുന്നതിന് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് വകുപ്പ് തലത്തിലുള്ള നിയമനം എന്നതിന് പകരമായിട്ട് കേന്ദ്രീകൃത നിയമനം, ഒരു കേന്ദ്രീകൃതമായിട്ട് ആശ്രിത നിയമനത്തിനൊരു പ്രത്യേക ലിസ്റ്റ് തയ്യാറാക്കി അതിൽ നിന്ന് എല്ലാ വകുപ്പുകൾക്കും നിയമനം നടത്തുന്ന രീതിയിലേക്ക് ഒരു സംവിധാനം ഏർപ്പെടുത്തണമെന്നുള്ള നിർദ്ദേശം സർക്കാരിന് മുമ്പാകെ വെച്ചിട്ടുണ്ട്. അഥവാ എന്തെങ്കിലും കാരണവശാൽ ജോലി ആവശ്യമില്ല എന്ന് പറയുന്ന കുടുംബത്തിന്, ആശ്രിതന് ഈ പറയുന്ന 10 ലക്ഷം എന്ന് പറയുന്നത് ഒരു അപര്യാപ്തമാണ്. കാരണം വെച്ചാൽ ആ കുടുംബത്തിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ ആശ്രിത നിയമനം കൊണ്ട് സർക്കാർ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ 10 ലക്ഷം രൂപ എന്നുള്ളത് ഒരു അപര്യാപ്തമാണ്. അതുകൊണ്ട് ജോലി ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അതിന് സാഹചര്യമില്ലാത്ത ഏതെങ്കിലും വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തതോ അങ്ങനെയുള്ള കുടുംബങ്ങളിലൊക്കെ വരുന്ന ആളുകൾക്ക് അവരുടെ കുടുംബത്തിന് സംരക്ഷിക്കപ്പെടുന്ന നിലയിലേക്ക് ഈ തുക വർദ്ധിപ്പിക്കണമെന്നുള്ള നിർദ്ദേശം കൂടി ഇതിന്റെ ഭാഗമായിട്ട് സംഘടന മുമ്പോട്ട് വെച്ചു. നന്ദകുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി. നന്ദകുമാർ, നാലാം ശനിയാഴ്ചയിലെ അവധി ഒപ്പം ആശ്രിത നിയമനം, ഈ വിഷയത്തിൽ വിവിധ സംഘടനകൾ സ്വീകരിച്ച നിലപാടെന്ത്? സർക്കാരിന്റെ മറുപടി എന്ത്? അഭിലാഷ്, എന്തായാലും സർക്കാർ ജീവനക്കാരുടെ ആശ്രിത നിയമന പദ്ധതി അവസാനിപ്പിക്കാനുള്ള സർക്കാർ നീക്കത്തിൽ ഭരണ പ്രതിപക്ഷ സംഘടനകൾ എന്തായാലും എതിർപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. എന്തായാലും ജീവനക്കാരുടെ സംഘടനകൾ അവരുടെ അഭിപ്രായം എഴുതി അറിയിക്കാനാണ് ചീഫ് സെക്രട്ടറി ആവശ്യപ്പെട്ടത്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ നാലാം ശനിയാഴ്ച അവധി നൽകുന്ന കാര്യത്തിൽ ഈ ഒരു തീരുമാനം എടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയും ഒക്കെ തന്നെ, കാരണം എല്ലാ സംഘടനകളും ഈ ഒരു ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു. ആ ഒരു കാര്യത്തിൽ പക്ഷേ സർക്കാർ മുന്നോട്ട് വച്ച ഉപാധികൾ അത് എല്ലാ സംഘടനകളും അത് എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം പ്രവൃത്തി സമയം, ഓരോ ദിവസവും പ്രവൃത്തി സമയം 15 മിനിറ്റ് കൂട്ടുകയും 5 കാഷ്വൽ ലീവുകൾ അത് റദ്ദാക്കാനും സർക്കാർ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു ജീവനക്കാരന് 15 കാഷ്വൽ ലീവായി ചുരുങ്ങുകയും ചെയ്യും. അതെന്തായാലും ജീവനക്കാരുടെ സംഘടനകൾ മുന്നോട്ട് വെച്ച സർക്കാർ മുന്നോട്ട് വെച്ച ഈ ഒരു ആവശ്യം അത് സംഘടനകൾ തള്ളുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ ആശ്രിത നിയമനം നിയന്ത്രിക്കാനുള്ള ഒരു തീരുമാനവും അതിൽ ഭരണ പ്രതിപക്ഷ സംഘടനകളൊക്കെ തന്നെ എതിർപ്പ് അറിയിക്കുകയും ചെയ്തു. കാരണം ആശ്രിത നിയമനം ഹൈക്കോടതി ഉത്തരവ് പ്രകാരം 5% അത് ചുരുക്കിയിരുന്നു. പക്ഷേ എന്നിട്ടും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിനെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. ആ ഒരു തീരുമാനം ഒക്കെ തന്നെ ഇപ്പോൾ സംഘടനകൾ ഒന്നടങ്കം അത് എതിർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. അത് മാത്രമല്ല, ഇത്തരത്തിൽ ഈ ആശ്രിത നിയമനം അട്ടിമറിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് എന്നാണ് ഈ മറ്റ് സംഘടനകളൊക്കെ സൂചിപ്പിക്കുകയും ചെയ്തത്. CPM അനുകൂല NGO സംഘടന മാത്രമാണ് ഇതിൽ അനുകൂലമായ ഒരു തീരുമാനമെടുത്തത്. മറ്റ് ആൾക്കാരൊക്കെ തന്നെ, മറ്റ് സംഘടനകളൊക്കെ തന്നെ എതിർപ്പറിയിക്കുകയും ചെയ്തു. എന്തായാലും ഈ ഒരു വിഷയത്തിൽ സർക്കാർ സർവീസിലുള്ള ആളുടെ മരണശേഷം 1 വർഷത്തിനകം നിയമനം കിട്ടാൻ അർഹതയുള്ളവർക്ക് നിയമനം, മറ്റുള്ള അപേക്ഷകർക്ക് 10 ലക്ഷം രൂപ ആശ്രിത ധനം എന്നിങ്ങനെയാണ് സർക്കാർ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ. അത് മാത്രമല്ല, ഈ ചീഫ് സെക്രട്ടറി തല സമിതി സമർപ്പിച്ച നിർദ്ദേശത്തോട് CPM അനുകൂല സംഘടനയ്ക്ക് പോലും യോജിപ്പില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അഭിലാഷ്, നന്ദകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.